ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL 17ാം സീസണിൻ്റെ മത്സരങ്ങൾ പ്ലേ ഓഫിലേക്ക് അടുക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് ടേബിൾ ടോപ്പർ. മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഏറെക്കുറെ പ്ലേ ഓഫിൽ എത്തിയ മട്ടാണ്. എന്നിരുന്നാലും പടിക്കൽ കലമുടക്കുക എന്നത് രാജസ്ഥാന്റെ സ്ഥിരം കലാപരിപാടിയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചൊവ്വാഴ്ച ഡൽഹി വെച്ച് നടക്കും. 2008 പ്രഥമ സീസണിൽ ഷെയ്ൻ വോണിന്റെ നേതൃത്വത്തിലാണ് ആദ്യ കിരീടം നേടിയ രാജസ്ഥാൻ റോയൽസ് പിന്നീട് നീണ്ട കാത്തിരിപ്പിലാണ്. ഇത്തവണ കാത്തിരിപ്പിന് വിരാമിടുമെന്ന് തന്നെയാണ് രാജസ്ഥാന്റെ കളി കാണുന്ന ആരാധകർക്ക് തോന്നുന്നത്. എങ്കിലും ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ പ്ലേ ഓഫിലേക്ക് എത്താം. രാജസ്ഥാന്റെ തൊട്ടുപുറകിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ തുല്യത പാലിച്ചാൽ മികച്ച റൺ റേറ്റ് ഉള്ളതുകൊണ്ട് കൊൽക്കത്തയ്ക്കായിരിക്കും ഒന്നാം സ്ഥാനം. ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുക എന്ന് തന്നെയാവും സഞ്ജുവിന്റെ ലക്ഷ്യം. കാരണം പ്ലേ ഓഫിൽ ആദ്യ ക്വാളിഫൈ മത്സരങ്ങളിൽ 2 അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ ഒരു ബോണസാണ്. രാജസ്ഥാന്റെ മത്സരങ്ങളെല്ലാം സീസണിൽ ഉടനീളം മികച്ച മത്സരങ്ങളായിരുന്നു. തോറ്റ 2 മത്സരങ്ങളും അവസാന പന്ത് വരെ നീണ്ട ത്രില്ലിംഗ് മാച്ചുകളായിരുന്നു. കഴിഞ്ഞ കളിയിൽ തുടക്കം മികച്ച ബോളിംഗ് കാഴ്ചവെച്ചെങ്കിലും സൺറൈസേഴ്സ് മികച്ച രീതിയിൽ തിരിച്ചുപിടിക്കുകയായിരുന്നു മത്സരം. യുസ്വേന്ദ്ര ചഹൽ നിരാശപ്പെടുത്തി. കഴിഞ്ഞ കുറച്ച് മാച്ചായിട്ട് ചഹൽ നിരാശപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കളിയിൽ താരം 4 ഓവറിൽ 62 റൺസാണ് വിട്ടുകൊടുത്തത്. രവിചന്ദ്രൻ അശ്വിന്റെ ബോളിംഗും പറയുന്നത് പോലെ ഫോമിലല്ല. കഴിഞ്ഞ 9 കളികളിൽ താരം വെറും 2 വിക്കറ്റാണ് വീഴ്ത്തിയിട്ടുള്ളത്. ലോകോത്തര സ്പിന്നർമാരായ ഇവർ രണ്ടുപേരും വരും മത്സരങ്ങളിൽ ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്. അത് പ്ലേ ഓഫിലേക്ക് എത്താനും വിജയിക്കാനും അത് അത്യാവശ്യമാണ്. രാജസ്ഥാന്റെ ചെറുപ്പ് ചീട്ട് സന്ദീപ് ശർമ്മയാണ്. തുടക്കത്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്താനും ട്രെന്റ് ബോൾട്ടുമുണ്ട്. വരും മത്സരങ്ങളിൽ നാന്ദ്രെ ബർഗറും തിരിച്ചു വരും. അങ്ങനെ ആകുമ്പോൾ ബോളിംഗ് ഒന്നുകൂടി ശക്തിപ്പെടും. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം നോക്കുമ്പോൾ 5 ബോളറെ കൊണ്ടാണ് സഞ്ജു 20 ഓവർ എറിയിപ്പിക്കുന്നത്. ഒരു 6ാം ബോളറെ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. റോമൻ പവൽ ഒരു മികച്ച പാർട്ട് ടൈം ബോളർ കൂടിയാണ്. താരത്തെ സഞ്ജുവിനെ പരീക്ഷിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പരീക്ഷിക്കാത്തത് എന്നതിന് താരത്തിനെ ബാറ്ററായിട്ടായിരിക്കും ടീമിൽ ഉൾപ്പെടുത്തിയത്. എങ്കിലും താരം ഒരു മികച്ച പാർട്ട് ടൈം ബോളറാണ്. കൂടെ റിയാൻ പരാഗിനെയും പാർട്ട് ടൈം ബോളറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. T20 വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡിൽ ഇടം പിടിച്ച സഞ്ജു സാംസൺ അതിനുശേഷമുള്ള ആദ്യ മത്സരത്തിൽ ഡക്കിന് പുറത്താകുകയായിരുന്നു. താരം റൺസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എങ്കിലും ഇനിയുള്ള മത്സരത്തിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് റൺസുകൾ ഒഴുകേണ്ടതുണ്ട്. കാരണം താരത്തിനെ ട്രോളാൻ ആളുകൾ സെലക്ടർമാരടക്കം റെഡിയായിട്ടിരിക്കുകയാണ്. കാരണം ഇനിയുള്ള മത്സരത്തിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് റൺസ് വന്നില്ലെന്നുണ്ടെങ്കിൽ സെലക്ടർമാരടക്കം താരത്തിന് നേരെ തിരിയാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള മത്സരത്തിൽ മികച്ച റൺസുകൾ തന്റെ ബാറ്റിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ തന്നെയാവും T20 വേൾഡ് കപ്പിലെ ആദ്യ വിക്കറ്റ് കീപ്പർ. ഇതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇടിവെട്ട് ബാറ്റ്സ്മാനായ ശിവൻ ദുബൈ T20 വേൾഡ് കപ്പിൽ സെലക്ട് ആയതിനു ശേഷം ഉള്ള 2 മത്സരത്തിലും 0 റൺസിന്റെ താരം പുറത്തായി. അടുത്ത മത്സരത്തിൽ ഡൽഹിക്കെതിരെ സഞ്ജു സാംസണ് ജയിച്ചേ പറ്റൂ. ഒരു മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ്. ഈ ഫോം തുടർന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം IPL 17ാം സീസണിൽ രാജസ്ഥാൻ റോയൽസ് തന്നെയാവും വിജയിക്കുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.